river. Lighten up, take me on your magic river. Tell me all your dreams align. ഇന്നത്തെ വീഡിയോ എന്താന്ന് നിങ്ങൾക്ക് ക്യാപ്ഷനൊക്കെ കണ്ടപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഞാൻ ഈ ഒരു പ്ലാനർ കിട്ടിയതിന് ശേഷം കാര്യമായിട്ട് ഒന്നും പ്ലാൻ ചെയ്തിട്ടോ യൂസ് ചെയ്തിട്ടോ ഒന്നുമില്ല. പിന്നെ ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ ദിവസവും അങ്ങനെ വല്ലാതൊരു മൂഡൊന്നും ഉണ്ടാവില്ല ഒന്നും ചെയ്യാനേ. അപ്പം ഇന്ന് കുറച്ച് പ്ലാനൊക്കെ ചെയ്തിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് തുടങ്ങാന്ന് വിചാരിച്ച്. ഇപ്പോഴും പുറത്ത് നല്ല മഴയാണ് കേട്ടോ. Just come share my pillow and rain, rain, go away. ഇന്നത്തെ പ്ലാനിങ്ങിലെ ആദ്യത്തെ ഒരു കാര്യമാണ് ഈ ഒരു കോർണർ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം എന്ന്. ഇവിടെ അനിമി പോസ്റ്റേഴ്സ് ഒട്ടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ കുറേയൊക്കെ പറഞ്ഞു പോന്നപ്പോൾ നമ്മൾ ഡെസ്ക് മേക്ക് ഓവർ ചെയ്തന്ന് ഈ ഒരു ഭാഗത്തേക്ക് കുറച്ച് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഭാഗം ഫുള്ളൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കണം. അപ്പൊ അതിന്റെ മുന്നേ അതിനെ ഒട്ടിക്കാനുള്ള സാധനം ഈ ഒരു കീസിലാണ് കേട്ടോ ഉള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം SM പോയിട്ടുണ്ടേനി. അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടേനി. അപ്പോൾ അതെന്തൊക്കെയെന്ന് നമുക്ക് ആദ്യം നോക്കാട്ടോ. പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന ഇതേപോലത്തെ 2 പിൻട്രസ്റ്റി ആയിട്ടുള്ള ക്രാബ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനാകെ 20 രൂപയായിട്ടുള്ളൂ കേട്ടോ. ഓൺലൈനിൽ ഇതിനെക്കാട്ടി നല്ല റേറ്റ് കാണലുണ്ട്. പിന്നെ ഇതേപോലെ ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതിൽ ഇട്ട് വെക്കാലോ ഇതേപോലെ. പിന്നെ ഈ അലോക്കിറ്റിന്റെ സ്കെയില് കണ്ടപ്പോൾ കാണാനുള്ള രസം കൊണ്ട് ഒരു 2 കൂടി മേടിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഒരു വലിയ ഡബിൾ സെറ്റ് ടാപ്പും കൂടി മേടിച്ചിട്ടുണ്ടെങ്കിൽ. ഇതാട്ടോ നമുക്ക് പോസ്റ്റേഴ്സ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇതിന് മുന്നൊക്കെ ഞാൻ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളത് വെച്ച് ഒട്ടിച്ചിട്ട് അതൊക്കെ പറഞ്ഞ് പോരാറാണ് പതിവ്. അതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് ഒട്ടിക്കുന്നത്. പിന്നെ ഞാൻ ഇതേപോലെ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന നല്ല പിൻട്രസ്റ്റി ആയിട്ടുള്ള ഇതേപോലത്തെ കുറച്ച് നൈറ്റ് ഡ്രസ്സും കൂടി മേടിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. ആദ്യം കാണിച്ച 2 300 പിന്നെ ഈ കാണിക്കുന്നതിന് 250 ആണ് ആയിട്ടുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് മേടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ പണിക്ക് കിടക്കാട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ അവിടുത്തെ ആ ഒരു ആർട്ടിഫിഷ്യൽ ലീവ്സും പിന്നെ പോസ്റ്റേഴ്സ് ഒക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഡബിൾ സൈഡ് ടാപ്പ് ഇതേപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാട്ടോ. അങ്ങനെ ഇപ്പോൾ ഫുള്ളൊന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ ഞാനിപ്പോൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും ഇല്ല, വെറുതെ അണ്ട് ഒട്ടിച്ചു കൊടുത്തതാണ്. ഇതിന് മുന്നേ നമ്മൾ ഇതേപോലെ എനിമി പോസ്റ്റേഴ്സ് ഈ ഒരു ഭാഗത്ത് ഒട്ടിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അന്ന് ചെയ്തിട്ടുണ്ടായിന് ആ ഒരു മോഡലാണോ ഈ ഒരു മോഡലാണോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമന്റ് ചെയ്യാട്ടോ. എനിക്ക് എന്തായാലും ആ ഒരു മോഡൽ തന്നെയാണ്. പിന്നെ ഈ ഒരു പോസ്റ്റേഴ്സ് ഇത്ര എണ്ണം വെച്ചിട്ട് നമുക്ക് ഈ ഒരു മോഡലിലേ ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്തായാലും നിങ്ങളുടെ കമന്റ് ചെയ്യും. Lighten up, take me on your magic river. Tell me all your dreams align. എൻ്റെ ഈ ഒരു കോർണറിൽ ഒട്ടിച്ചിട്ടുള്ള ഈ പോസ്റ്റേഴ്സ് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ അതേ ടൈപ്പ് വരുന്ന കുറച്ചും കൂടി പോസ്റ്റേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു പാക്കിൽ വന്നിട്ടുള്ളത്. ഇതിന്ന് ഉച്ചക്കാട്ടോ വന്നിട്ടുള്ളത്. ഇത് ഇന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ലേനി. സോ നമുക്ക് ഇത് ഓപ്പൺ ആക്കി നോക്കാം. ഈ പോസ്റ്റേഴ്സ് ആദ്യമേ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതായിരിക്കും അന്ന് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടാവുക. ഇത് നമ്മളെ ജിബ്ലി അനിമി പോസ്റ്റേഴ്സ് ആണ് കേട്ടോ. ഒരു ടൈമിൽ ഇത് ഭയങ്കര ട്രെൻഡിങ് ഇനിയല്ലോ ഈ ഒരു എഫക്റ്റ്. എല്ലാവരും ഫോട്ടോയിലും എഡിറ്റ് ഒക്കെ ചെയ്തിട്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടാലോ. Rain, go away. ഇതിലിപ്പോ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന പല പിക്ചേഴ്സും അനിമി മൂവീസ് ഒക്കെ നിങ്ങൾ ചിലപ്പം കുറച്ച് ആൾക്കാരെങ്കിലും കണ്ടിട്ട് ഉണ്ടാവും കേട്ടോ. ഇപ്പൊ ആ സൈഡിലൊക്കെ ഉള്ളത് മൈനൈപ്പർ ടൊട്ടോറത്തെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സോറി. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജിബ്ലിയും ഗിബ്ലിയും എപ്പോഴും മാറും. ഞാൻ ശരിക്കും എനിക്ക് വായൽ വരിക ഗിബ്ലി എന്ന് പറയാനായിരിക്കും. ശരിക്കും ജിബ്ലി അല്ലേ? ഏതാണ് ശരി? നിങ്ങളൊന്ന് കമന്റ് ചെയ്തിട്ട് പറയാട്ടോ അറിയുന്നുണ്ടെങ്കിൽ. പിന്നെ ഈ പോസ്റ്റേഴ്സിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാട്ടോ.
വൈകുന്നേരം ഒരു അനിമി മൂവി കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നാ പിന്നെ ജേർണലിങ് ചെയ്താലോ എന്നുള്ളൊരു തോട്ട് വന്നത്. ഗ്രീൻ തീമിൽ ജേർണലിങ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് മാസങ്ങളോളായിട്ടുണ്ട് കേട്ടോ. കുറെ ആൾക്കാർ കുറെ വട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ എന്തായാലും നമുക്ക് ആ തീമിൽ തന്നെ ചെയ്യാന്ന് വിചാരിച്ച്. ഗ്രീൻ തീം പ്ലസ് നമ്മുടെ ഈ ഒരു റെയിനി തീം, അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു തീമിലാണ് കേട്ടോ ചെയ്യണത്. പിന്നെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഞാൻ ഓൾറെഡി എന്നോ സെറ്റാക്കി വെച്ചോണ്ട് പണി കുറച്ചും കൂടി എളുപ്പമായി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് യുവർ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള എനിമി മൂവിയാണ് കേട്ടോ. നിങ്ങളിൽ കുറെ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ മഴ പെയ്യുന്ന ടൈമിൽ ജേർണലിങ് ചെയ്യാനും ഇതേപോലെ എനിമി മൂവീസ് ഒക്കെ കാണാനും നല്ല രസമാണല്ലോ. പുറത്തിപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഉള്ളിൽ ഫുള്ള് ഇരുട്ടായിക്കണം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ലൈറ്റ് ഇട്ടിട്ട് ചെയ്യാന്ന്. ഈ ഒരു ലൈറ്റ് ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു കോസി ഫീലിംഗ് ആയിരിക്കും. സോ അപ്പം എനിക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൂടും. അപ്പം ഇനി നമുക്ക് ബാക്കി ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ആൽഫബറ്റിൻ്റെ സ്റ്റാമ്പ്സ് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ലെറ്റർ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇത് ഭയങ്കര മിനിമലായിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു 2 വരിയോ 1 വരിയെങ്കിലും കമന്റ് ബോക്സിൽ എന്തെങ്കിലും പറയാട്ടോ. എനിക്ക് നെക്സ്റ്റ് വീഡിയോയിലെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രോത്സാഹനം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞാനും എൻ്റെ കസിനും കൂടിയിട്ട് വെറുതെ മയത്തൊന്ന് നടക്കാൻ വേണ്ടിയിട്ട് കൊടയൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അപ്പുള്ള കുറച്ച് സീൻസ് ആണ് കേട്ടോ ഇനി കാണാനുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയ്ക്കേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.